എങ്ങനെ ഉണ്ടായിരുന്നു? Good morning, ma'am. Good morning, all. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Prayer ആരാണ്? ഞാനാണ്. ഓക്കെ, പറ. Good morning, ma'am. Good morning, my dear friends. ये मत कहो खुदा से मेरी मुश्किलें बड़ी है, ये मत कहो खुदा से मेरी मुश्किलें बड़ी है, ये मुश्किलों से कह दो मेरा खुदा बड़ा है, तूफान से ही तो लड़ने खुदा ने तुझे गढ़ा है। अरे सॉरी मैम। ये मत कहो खुदा से मेरी मुश्किलें बड़ी है, ये मुश्किलों से कह दो मेरा खुदा बड़ा है, आती है आंधियाँ तो कर उनका खैर मकदम, पर हाँ ये मुश्किल से ही है तो ही है खुदा का है। थैंक यू। സൈൻ ആരാണ്? സോറി മാം, മൊത്തത്തിൽ കുളയിൽ പോയി, എനിക്ക് ലിറിക്സ് ഓർമ്മ കിട്ടിയില്ല. കുഴപ്പമില്ല. കോട്ട് പറയട്ടെ മാം. പറഞ്ഞോട് തൊട്ട്. Quote of the day presented by Selina from Palakkad. Forget who hurt you yesterday, but don't forget those who love you every day. Forget the past that makes you cry and focus on the present that makes you smile. Forget the pain but never the lesson you gained. Thank you ma'am, thank you all. ഓക്കെ മാം, സൈനിങ് ഞാനാണ്. പറഞ്ഞോമോ? ഗുഡ് മോർണിംഗ് ആൾ. നമുക്ക് നമ്മളുടെ സ്വഭാവത്തിൽ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞത്. അമിതമായി ചിന്തിച്ചിട്ട് കൂട്ടുന്ന പ്രശ്നങ്ങൾ. അത് കുറക്കാനുള്ള 2 ടിപ്സ് ഞാൻ പറയാം. നമ്മൾ തന്നെ ബിസി ആയിട്ട് വെക്കുക. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് വേണ്ടി നമ്മൾ മീ ടൈം കണ്ടെത്തുക. നമ്മളുടെ സ്ത്രീകള്, അമ്മമാര് തീരെ ചെയ്യാത്ത കാര്യമാണ് നമുക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അപ്പോൾ വേണ്ടാന്നല്ല പറയുന്നത്, നമ്മളുടെ ഇഷ്ടത്തിനും നമ്മളുടെ ഭാവിക്കും വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നമ്മൾ കൂടുതൽ ചിന്തിക്കാനുള്ള ടൈം നമുക്ക് തന്നെ കിട്ടില്ല. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, എന്നും രാവിലെ ഒരു പുതിയ ദിവസം തുടങ്ങുമ്പോൾ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു ദിവസത്തെ കുറിച്ച്, ആ ഒരു 24 മണിക്കൂറിനെ കുറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം, ഒരു വർഷത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ കുറെ ചിന്തിച്ച് കൂട്ടാനുള്ള പ്രശ്നം ഉണ്ടാവും ചിലവർക്ക്. അപ്പോൾ ആ ഒരു ദിവസത്തെ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ കുറെയൊക്കെ നമുക്ക് ഈ ഓവർ തിങ്കിങ് എന്നുള്ളത് കുറക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു മാം, താങ്ക് യു ഓൾ, ആൻഡ് വെൽക്കം ടു ദിസ് ക്ലാസ് അപർണ മാം ആൻഡ് ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ്. താങ്ക് യു. താങ്ക് യു ഓൾ. വിഷുവൊക്കെ അടിച്ചു പൊളിച്ചാ? മാം നന്നായിരുന്നു. മാമിന്റെ വിഷയം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ലായിരുന്നു. ഹാപ്പി വിഷു ഓൾ. അപ്പോ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓർമ്മയുണ്ടത്? മാം ടൈപ്സ് ഓഫ് ഡീവിയേഷന്റെ സെക്കൻഡ് പോയിന്റ് വരെ പറഞ്ഞു. ഇനി അറ്റാച്ച്മെന്റ് ആണ് തോന്നുന്നു. അറ്റാച്ച്മെന്റ് ആണ്. ഓക്കേടാ, നമ്മൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അറ്റാച്ച്മെന്റ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അമ്മമാരാണല്ലേ. കുട്ടികളോട് കൂടുതലായിട്ട് അറ്റാച്ച്മെന്റ് കാണാം. ശരിക്കും പറഞ്ഞാൽ ഡിസ്കസ് ചെയ്തതാണ് ആ ടോപ്പിക് അല്ല അല്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു. നമുക്കറിയാം, കുട്ടികളുടെ എല്ലാ കുട്ടികളും
ഒരു 3 to 6 years ഉള്ള കുട്ടികൾ കൂടുതലായിട്ട് ആരെ ഡിപ്പെൻഡ് ചെയ്യണം, അമ്മമാരെയാണ്. ചില അമ്മമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കുട്ടികളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിക്കില്ല, എല്ലാ കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷെ ഈ ഒരു അറ്റാച്ച്മെന്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ്. എന്ന് വെച്ചാല് ഈ ഒരു അറ്റാച്ച്മെന്റ് കൂടി വരുമ്പോ കുട്ടി നോർമൽ ചൈൽഡിൽ നിന്ന് മാറി ഡീവിയേറ്റഡ് ചൈൽഡ് ആവും. കാരണം അവന് സ്വന്തമായിട്ടൊരു കാര്യം പോലും ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമ്മൾ ടീച്ചേഴ്സ് മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടി വരുമ്പോ അറ്റാച്ച്ഡ് ആണ് കുട്ടീനെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവന് കുറെ എന്ത് കൊടുക്കാം? പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് അവനെ കൊണ്ട് ചെയ്യിക്കാം. റിപ്പീറ്റ് ചെയ്ത് അവനെ കൊണ്ട് മോർ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുമ്പോ, അങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോ അവൻ ഓട്ടോമാറ്റിക്കലി നോർമലൈസ്ഡ് ആയിട്ട് മാറും. അവൻ നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ചെയ്യുന്ന അതേ ആക്ടിവിറ്റീസ് അവന്റെ ഡെയിലി ലൈഫിലും അവൻ കാണുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കലി അമ്മ വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം, എനിക്ക് ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞ് അവൻ തന്നെ മുതിർന്ന് അവൻ തന്നെ ഓരോ കാര്യങ്ങളും ഓരോ ആക്ടിവിറ്റീസ് ചെയ്യും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില കുട്ടികളെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ശരിക്കും അവന്റെ അച്ഛൻ എങ്ങനെയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവന്റെ അച്ഛനെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അവന്റെ അമ്മനെ പോലെ തന്നെയാണ് അവൻ പെരുമാറുന്നത് എന്ന് വെച്ചാൽ ശരിക്കും ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ആരും അലോ ചെയ്യുന്നില്ല, പാരന്റ്സ് അലോ ചെയ്യുന്നില്ല. അവനെ കൊണ്ട് ചെറിയൊരു തീരുമാനം പോലും ആരെടുപ്പിക്കുന്നില്ല, പാരന്റ്സ് എടുപ്പിക്കുന്നില്ല. ഒരു ഡ്രസ് സെലക്ഷന്റെ കാര്യമായാലും ചില ടോയ്സിന്റെ കാര്യമായാലും എന്തും അവർ വാങ്ങിച്ചു കൊടുക്കുന്നതും സെലക്ട് ചെയ്യുന്നതും ലൈഫിൽ മുഴുവൻ ഡിസിഷൻസ് എടുക്കുന്നതും ആരാണ്? പാരന്റ്സ് ആയിരിക്കും. അങ്ങനെ വരുമ്പോ കുട്ടികൾ കൂടുതൽ ഓവറായിട്ട് ആരായിട്ട് അറ്റാച്ച് ആവും? പാരന്റ്സ് ആയിട്ട് അറ്റാച്ച് ആവും. ഒരു കൈൻഡ് ഓഫ് ഡീവിയേഷൻ ആണെന്ന് നമുക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. അറ്റാച്ച്മെന്റ്, ഓവർ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡീവിയേഷൻ ആണെന്ന് നമുക്കിപ്പോ ഓരോരുത്തർക്കും മനസ്സിലാകുന്നുണ്ട്. പക്ഷെ പാരന്റ്സിന് അത് മനസ്സിലാക്കാൻ ഇല്ല. പാരന്റ്സ് പറയുമ്പോൾ അതെന്റെ മോനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്, എനിക്ക് അവനോടുള്ള വാത്സല്യമാണ്. ശരിയാണ്, വാത്സല്യവും ഇഷ്ടവും എല്ലാം വേണം. പക്ഷെ ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടും വീണ്ടും ഓവറായിട്ട് അവർ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? ഡീവിയേഷൻ ആണെന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരു കുട്ടി നമ്മുടെ ക്ലാസ് റൂമിലേക്ക് വരാണെങ്കിൽ അവന് വേണ്ട കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് ട്രെയിൻ ചെയ്യിപ്പിക്കണം. അപ്പൊ അവന് വീണ്ടും അതേ ആക്ടിവിറ്റീസ് തന്നെ ചെയ്യുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കലി അതിൽ ട്രെയിൻഡ് ആയി. സാധാരണ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റിയിൽ വരുന്നതാണ് നമ്മുടെ ഫ്രെയിംസ്. നമുക്കറിയാലോ, ബട്ടണിങ് ഫ്രെയിം, ഷൂലേസിന്റെ ഫ്രെയിം, എല്ലാ ഫ്രെയിംസും ആ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി വരുന്നത്. അപ്പൊ ബട്ടൺസ് കറക്റ്റ് ആയിട്ട് ഇടാൻ അറിയാത്ത കുട്ടിയായിരിക്കും. അവൻ എല്ലാ ദിവസവും അത് അമ്മയാണ് ഇട്ട് കൊടുക്കുന്നത്. അവൻ നമ്മൾ ഈ എൻവയോൺമെന്റിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് വന്നിട്ട് അവൻ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രെയിമുകൾ ചെയ്യുകയാണെങ്കിൽ അവൻ ഓട്ടോമാറ്റിക്കലി ട്രെയിൻഡ് ആയി ബട്ടൺസ് ഇടാൻ. സോ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അവൻ വീട്ടില് ഷർട്ടിന് ബട്ടൺസ് ഇടുമ്പോൾ അവൻ ഒറ്റയ്ക്ക് ഇടാൻ തുടങ്ങും. അല്ലെങ്കിൽ ഷൂലേസ് ആണെങ്കിൽ അവൻ ഇവിടെ എന്താണോ പഠിക്കുന്നത് അത് തന്നെ അവന് പ്രാക്ടിക്കൽ ലൈഫിൽ അവൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങും. സോ അതുവഴി നമുക്ക് അവരെ നോർമലൈസ്ഡ് ആക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഓവർ അറ്റാച്ച്മെന്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാധാരണ നാച്ചുറൽ ലവോ അല്ലെങ്കിൽ കുട്ടികളോടുള്ള നമ്മുടെ വാത്സര്യമോ അതല്ല. അത് കഴിഞ്ഞ് ഓവറായിട്ട് പാരന്റ്സ് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു കാര്യവും അവനെ കൊണ്ട് ഒത്തിരി ചെയ്യിക്കില്ല. ജസ്റ്റ് ഒരു കുപ്പി ഗ്ലാസ് വെള്ളം പോലും അവനെ കൊണ്ട് എടുത്തു കൊടുക്കില്ല. അതൊക്കെ എടുത്താലും കൊടുക്കും, അമ്മ കൊടുക്കും. അപ്പൊ അങ്ങനെ ചെറിയ ജോലികൾ നമ്മുടെ വീട്ടിലായാലും കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ചെറിയ ജോലികൾ അവരെ കൊണ്ട് ശീലിപ്പിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് എന്താവാൻ പറ്റുള്ളൂ, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ വീട്ടിൽ ചെറിയ ആക്ടിവിറ്റീസ് ആണെങ്കിൽ പോലും കുട്ടികളുടെ കൂടെ പാർട്ടിസിപ്പേഷനിൽ എന്ത് ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം. ഇപ്പൊ കുക്കിംഗ് ആവട്ടെ, അത് ഏജിനനുസരിച്ചാണ് കേട്ടോ. കുക്കിംഗ് ആവട്ടെ, ക്ലീനിങ് ആവട്ടെ, ചെറിയ കാര്യം ആവട്ടെ, അത് അവരെ കൊണ്ട് ശീലിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറ്റാച്ച്മെന്റ് കുറയും. അല്ലെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വലി അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അവൻ ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് നോക്കും. എന്ന് വെച്ചാൽ കൂടുതലായിട്ട് അമ്മേനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് അല്ലെങ്കിൽ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് അവൻ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആവുന്നതായിട്ട് നല്ലത്. ഓക്കെ, അപ്പൊ നമ്മളും നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ അവനെ കൊണ്ട് എന്ത് ചെയ്യിക്കാം, അവൻ ഡിമാൻഡ് ചെയ്യുമ്പോൾ നീ ചെയ്ത് നോക്കൂ, അവനെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കരുത്, നീ ചെയ്ത് നോക്കിയാലോ. അല്ലെങ്കിൽ ഇപ്പം ക്ലോത്ത് ഒക്കെ നമ്മൾ മടക്കാണെന്ന് വിചാരിക്കുക. അപ്പൊ അവൻ വന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ആ ഹെൽപ്പ് ചെയ്തോ. ചിലപ്പോ അത് കുറച്ച് കൊള്ളാക്കിയിരിക്കും, പിന്നെയും അവനത് വീണ്ടും ചെയ്യുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കലി അതെങ്ങനെയാണ് മടക്കി വെക്കേണ്ടത്, ക്ലോത്ത് എങ്ങനെയാണ് റോൾ ചെയ്ത് വെക്കേണ്ടത്, അതേപോലെ തന്നെ ക്ലീൻ ചെയ്യുമ്പോഴായാലും കുറച്ച് ഓരോ ഏജിനനുസരിച്ച്, ഒത്തിരി കുഞ്ഞു കുട്ടികളെ കൊണ്ടല്ല, അവരുടെ ഏജിനനുസരിച്ച് അവർക്ക് പറ്റുന്ന ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത്. അതായത് ഏജിനനുസരിച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് അറ്റാച്ച്മെന്റ് നോക്കാം.
Attachment. It does not refer to natural love and affection between the child and parents, but refers to a situation where the parents, normally mother, നമ്മൾ പറഞ്ഞു അമ്മമാരാണ് കൂടുതലായിട്ട് കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്യിപ്പിക്കുന്നത്. Make the child become more dependent on them. ഈ അമ്മമാർ എന്താ ചെയ്യണേ, മക്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഒരു കാര്യം പോലും അവനെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിക്കില്ല. അങ്ങനെ കൂടുതലായിട്ട് അമ്മയിലേക്ക് അടുപ്പിക്കും. These children are very docile because they cannot resist the strong influence of adult. ഈ കുട്ടികൾ ഭയങ്കര ഡൊമിസലായിരിക്കും, ഭയങ്കര അനുസരണമുള്ള കുട്ടികളായിരിക്കും. പാരന്റ്സിനോട് അഡൽട്ടിൽ ഭയങ്കരമായിട്ട് മുതിർന്നവരുടെ ഇൻഫ്ലുവൻസ് ആർക്കുണ്ടാവും? ഈ കുട്ടികൾക്ക് ഉണ്ടാവും. The mother will not allow to independent and overshadow these children. ഈ അമ്മ എല്ലാ കാര്യത്തിലും ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ചെറുപ്പം മുതലേ അവരിങ്ങനെ ഓവർഷാഡോ ചെയ്യും. ഇൻഡിപെൻഡന്റ് ആകാൻ അലോ ചെയ്യില്ല. എല്ലാ കാര്യത്തിലും അവരുടെ പുറകെ നടന്ന് കൂടുതലായിട്ട് അവരെ ശ്രദ്ധിക്കും. The parents substitute their personality for the children's individual personality. അവരുടെ സ്വന്തം പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് പാരന്റ്സ് സമ്മതിക്കില്ല. പാരന്റ്സിന് എങ്ങനെയാണോ പേഴ്സണാലിറ്റി അത് തന്നെ ആയിരിക്കും അവരിൽ എന്ത് ചെയ്യുന്നത്, അടിച്ചേൽപ്പിക്കുന്നത്. The child calls for attention. എല്ലാ കാര്യത്തിലും ഈ കുട്ടി അറ്റൻഷൻ വേണം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരാൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോ നമ്മളിപ്പോ ഈ ചെറുപ്പത്തിൽ ഇങ്ങനെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്നറിയാവോ? ഈ ഒരു കുട്ടി വലുതായി കല്യാണമൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കും, ആൺകുട്ടിയാണെന്ന് വിചാരിക്കും. ഓവറായിട്ട് അറ്റൻഷൻ കൊടുക്കുന്നത് ആൺകുട്ടികൾക്കായിരിക്കും. നമ്മുടെ കേരളത്തിലെ അമ്മമാരുടെ ഒരു കൾച്ചറും ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ആൺപിള്ളേരെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കില്ല. അപ്പോ ഓവറായിട്ട് അറ്റാച്ച് ആവുന്ന ആരായിരിക്കും? ആൺകുട്ടികളായിരിക്കും. അവർ വലുതായ ഒരു കല്യാണം കഴിച്ച് ഒരു ഫാമിലി ലൈഫിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഈ പ്രശ്നം വരും. ഈ ഓവർ അറ്റാച്ച്മെന്റ്, എന്ത് കാര്യത്തിലും അമ്മമാരോട് അഭിപ്രായം ചോദിക്കുന്നതും അവർ ഒരു കാര്യം പോലും ഒറ്റയ്ക്ക് ചെയ്യാണ്ടാവുമ്പോൾ അവിടെയാണ് പിന്നെ ഫാമിലി പ്രോബ്ലംസും ഇഷ്യൂസ് ഒക്കെ വരുന്നത്. അപ്പൊ നമ്മൾ ചെറുപ്പത്തിലേ മുതൽ അവരെ എന്ത് ചെയ്യണം? ഇൻഡിവിജ്വലി ഇൻഡിപെൻഡന്റ് ആക്കാനായിട്ട് ട്രെയിൻ ചെയ്യാം. അവരുടെ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യട്ടെ. ഇൻഡിവിജ്വലി ഇൻഡിപെൻഡന്റ് ആക്കാം നമ്മുടെ കുട്ടികളെല്ലാവരെയും. അവരുടെ സ്വയം കാര്യങ്ങൾ, അവരുടെ സ്വന്തം കാര്യങ്ങൾ അവർ സ്വന്തമായിട്ട് ചെയ്തേ. നമ്മൾ പെൺകുട്ടികളോട് പറയാറുണ്ട്, നിന്റെ കാര്യങ്ങൾ നീ തന്നെ ചെയ്യണം, നിന്റെ ക്ലോത്ത് നീ തന്നെ കഴുകണം, അതേപോലെ നീ കഴിച്ച പാത്രം കൊണ്ടുവന്ന് വാഷ് ചെയ്യണം എന്നൊക്കെ പറയാറില്ല. അതേപോലെ തന്നെ ആൺപിള്ളേരും. ഞാൻ ഡിസ്ക്രിമിനേഷൻ ഉള്ളതുകൊണ്ടാണ് ആൺകുട്ടികളുടെ കാര്യം പെൺകുട്ടികളുടെ കാര്യം എടുത്ത് പറയണേ കേട്ടോ. പെൺകുട്ടികളെ കൊണ്ട് നമ്മൾ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യിപ്പിക്കും, പക്ഷെ ആൺകുട്ടികളെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചാൽ കാണാറില്ല. അപ്പൊ നമ്മളത് എന്ത് ചെയ്യുക? അവരെ കൊണ്ട് ശീലിപ്പിക്കുക. അപ്പൊ എന്റെ മോനെ കൊണ്ടൊക്കെ ഞാൻ ചെയ്തില്ല. അവൻ ജസ്റ്റ് അവിടെ എവിടെയെങ്കിലും ഇതിലെ ഗ്ലാസോ പാത്രമോ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ആ പാത്രം കഴുകാൻ കണ്ടു കഴിഞ്ഞാല് അവൻ അവിടെ നിന്ന് ആ ഗ്ലാസ് എടുത്തുകൊണ്ട് വന്ന് അടുക്കളയിൽ എന്റെ കയ്യിൽ കൊണ്ടുതരും. അപ്പൊ ഞാൻ പറയും ഗുഡ് ബോയ് എന്ന് പറയുമ്പോ താങ്ക് യു ഒക്കെ പറയുമ്പോ ഭയങ്കര സന്തോഷം. അവൻ കൈ ക്ലാപ്പ് ചെയ്തിട്ട് നടന്നു പോകും. അപ്പൊ ചെറുപ്പത്തിലേ അവനിപ്പോ 2 വയസ്സായിട്ടുള്ളൂ. ഞാനപ്പോ അവനെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ് ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ലൈഫിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത് കാണുമ്പോ നിനക്കത് വാങ്ങിച്ചൂടെ എന്ന് എന്നോട് ചോദിക്കും. പക്ഷെ ഞാൻ പറയും ഇല്ല, കുഴപ്പമില്ല, അവൻ കൊണ്ടുവന്ന് തന്നെയുണ്ടല്ലോ. അവൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ അതൊന്ന് ചെറുതായിട്ട് പ്രോത്സാഹിപ്പിച്ചാൽ മതി. അപ്പൊ കുട്ടികളെ ആണ് ഈ അമ്മമാര് എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്ത് ശീലിപ്പിച്ച് എന്താക്കുന്നത്? അവരുടെ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ റിസ്ക് ചെയ്യാണ്, നമ്മൾ അലോ ചെയ്യുന്നില്ല. സോ എപ്പോഴും അവനൊരാള് അറ്റൻഷൻ വേണം, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഒരാൾ വേണം എന്നുള്ളൊരു ചിന്ത അവന്റെ മൈൻഡിൽ സ്റ്റോർ ആവണം ചെറുപ്പത്തിലെ തന്നെ. സോ അത് ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യും. നമ്മളത് മാറ്റിയെടുക്കാൻ വേണം. അപ്പൊ നമ്മള് ഇതേപോലത്തെ അറ്റാച്ച്മെന്റ് കൂടുതലുള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സ് എന്താ ചെയ്യേണ്ടത്? ടീച്ചേഴ്സ് ഷുഡ് ഗ്രാൻഡ് ഫ്രീഡം ഫോർ ദീസ് കൈൻഡ്സ് ഓഫ് ചിൽഡ്രൻസ്. കാരണം അവർക്ക് വീട്ടിലൊരു കാര്യം ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല. സോ നമ്മൾ നമ്മുടെ ക്ലാസ് റൂമിൽ അവർക്ക് ഫുൾ ഫ്രീഡം കൊടുക്കണം. നമുക്ക് അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഫുൾ ഫ്രീഡം നമ്മൾ ഗ്രാൻഡ് ചെയ്യാം. ദ ടീച്ചർ ഷുഡ് നോട്ട് സെർവ് ദ ചൈൽഡ്. അവരുടെ പാരന്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? അവന് ഓരോ വാശിക്ക് അല്ലെങ്കിൽ അവന് ഓരോ കാര്യങ്ങൾ പറയുന്നതിനനുസരിച്ച് അവനെ സെർവ് ചെയ്യരുത്. ഗീവ് ദ ചിൽഡ്രൻസ് ഓൾ ദ ഫ്രീഡം ദേ റിക്വയർ. അവന് വേണ്ട ഫ്രീഡംസ് നമ്മൾ അലോ ചെയ്യാം. ഇനിഷ്യലി പ്രൊവൈഡ് മോർ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി ഫോർ ദീസ് ചിൽഡ്രൻസ്. നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് കൂടുതലായിട്ടും പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് ആണ് ഈ കുട്ടികൾക്ക്. അറ്റാച്ച്മെന്റ് കൂടുതലുള്ള കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് ചെയ്യിപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഓക്കെ, ഒന്ന് അറ്റാച്ച്മെന്റ് ഒന്ന് വായിച്ചിട്ട് മെസ്സേജ് അയക്കണം കേട്ടോ, തമ്പ അയക്കണേ.
ക്ലിയർ ആയോ അറ്റാച്ച്മെന്റ് എന്താണ്? ഇനി നമ്മൾ നോക്കുന്നത് പൊസസീവ്നെസ് ആണ്. അടുത്ത ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ് നമ്മൾ നോക്കുന്നത്, പൊസസീവ്നെസ്. ഭയങ്കര പൊസസീവ് ആണ്, ഭയങ്കര ഡിമാൻഡിങ് ആണ് ഈ കുട്ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഭയങ്കര വാശിക്കാരനാണ്, എന്ത് കാര്യവും അവൻ നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ശരിക്കും പറഞ്ഞാല് ടു ഗെറ്റ് എനി വേ ടു അച്ചീവ് ദ റിസോഴ്സ്, അവരുടെ ഓരോരുത്തരുടെയും ആഗ്രഹം, അല്ലെങ്കിൽ അവർക്ക് എന്താണോ ആ വാശി അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഏതറ്റം വരെ പോകും എന്നുള്ളൊരു ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ഓഫ് ചൈൽഡ് ആണ് ഇത്. ഭയങ്കര പൊസസീവ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാല് ഭയങ്കര ഡിമാൻഡിങ് ആയിരിക്കും. അവർക്ക് അത് വേണം എന്ന് വെച്ചാൽ അത് വാങ്ങിച്ചേ അടങ്ങും എന്നുള്ളൊരു ഭയങ്കര കുറുമ്പായിരിക്കും. നമുക്ക് ആ കുട്ടികളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെന്താണ് എന്ന് വെച്ചാല് ഈ കുട്ടികള് ഇതേ രീതിയിലാണ് നമ്മൾ അലൗ ചെയ്തെങ്കിൽ, അവർ അങ്ങനെ തന്നെ വളരാൻ വേണ്ടി വിടുകയാണെങ്കിൽ ഒരു ഏജ് കഴിയുമ്പോൾ അവന് ഈ പറഞ്ഞ പോലെ ബാഡ് ക്യാരക്ടർ അല്ലെങ്കിൽ സൈക്കോ അങ്ങനെയൊക്കെ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് അവരെന്ത് ചെയ്യണം, ഈ പറഞ്ഞ പൊസസീവ് ചൈൽഡിനെ മാറ്റി, ചിലപ്പോ ഈ പൊസസീവ്നെസ് വരാനുള്ള കാരണം അല്ലെങ്കിൽ ഈ ഒരു ഡിമാൻഡിങ് അല്ലെങ്കിൽ വാശി വരാനുള്ള കാരണം മിക്കവാറും എന്ത് കിട്ടുന്നില്ല, സ്നേഹം കിട്ടാതെ വളരുന്ന കുട്ടികളായിരിക്കും. സോ നമ്മൾ അവരെന്ത് ചെയ്യണം, നമ്മൾ നല്ല രീതിയിൽ, നമ്മൾ ടീച്ചേഴ്സ് ആണ്, അവർക്ക് എന്താണ് പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ചിലപ്പോൾ പാരന്റ്സ് കൂടെ ഇല്ലാത്തതായിരിക്കും, അല്ലെങ്കിൽ ബോത്ത് പാരന്റ്സ് രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ അബ്രോഡ് ആയിരിക്കും അവര്. അപ്പോൾ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒപ്പം ആയിരിക്കും ഈ കുട്ടി വളരുന്നത്. അപ്പോൾ അമ്മയുടെയും അച്ഛന്റെയും കെയർ കിട്ടാതെ, സ്നേഹം കിട്ടാതെ വളരുന്നത് കൊണ്ടായിരിക്കും അവരുടെ ക്യാരക്ടറിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഈ കുട്ടികളെ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അവരെ ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് അവർക്ക് വേണ്ട സ്നേഹം, അറ്റൻഷനും കെയറും ഒക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയും ആ കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോർമലൈസ്ഡ് ആക്കാനായിട്ട് പറ്റുള്ളൂ. ദെൻ നമ്മൾ അവരെ ആദ്യം തന്നെ പോയിട്ട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുകയല്ല വേണ്ടത്. ഈ പൊസസീവ് ആയിട്ടുള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം, നമ്മള് അവരെ ഐഡന്റിഫൈ ചെയ്യാം. ഐഡന്റിഫൈ ചെയ്തിട്ട് ആ കുട്ടിക്ക് വേണ്ട സ്നേഹവും കെയറൊക്കെ കൊടുത്ത് നമ്മൾ നമ്മളുടേതായ രീതിക്ക് മാറ്റാം. എന്നിട്ട് അവരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് റൂമിലെ മെറ്റീരിയൽസ്, അവർക്ക് ഈ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കുട്ടി ഭയങ്കര വാശിക്കാരാണ്, ഭയങ്കര എനർജറ്റിക് ആയിരിക്കുള്ളൂ. അപ്പൊ ആ എനർജി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നോക്കുക. അവരുടെ വർക്കിലേക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽസിലേക്ക് ഉപയോഗിക്കുകയും ആ മെറ്റീരിയൽസ് വഴി അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് നമുക്ക് അവരുടെ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കോൺസെൻട്രേഷൻ ബിൽഡ് ഓവർ ടൈം കഴിയുമ്പോൾ അവർക്ക് സെൽഫ് കോൺഫിഡൻസ് സ്വയമേ ബിൽഡായി വരും. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഡീവിയേഷൻ, പോസിറ്റീവ്നെസ് അല്ലെങ്കിൽ വാശി, ഈ ഡിമാൻഡിങ് ക്യാരക്ടർ മാറി അവർ നല്ലൊരു കുട്ടിയായിട്ട് മാറുകയും ചെയ്യും. അപ്പോ ഈ ടൈപ്പ് ഓഫ് കാറ്റഗറി കുട്ടികൾ നമ്മൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് വാശിയായിരിക്കും, ചിലപ്പോൾ ടോയ്സ് ആയിരിക്കും, ചിലപ്പോൾ അവർക്ക് വേണമെന്നുണ്ടാകുന്നില്ല. ജസ്റ്റ് ഇപ്പോ ചില കടകളിലൊക്കെ നമ്മൾ കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ ആ ടോയ് വേണം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വാശി പിടിച്ച് അത് വാങ്ങിച്ചെടുക്കും. പക്ഷെ അവൻ വീട്ടിൽ വന്നപ്പോ ആ ടോയ് എവിടെയോ വലിച്ചെറിഞ്ഞിട്ട് അവൻ അവന്റെ പാട്ട് നോക്കി പോവാണ്. അങ്ങനെയാണെങ്കിൽ അവൻ എന്താണ്, പൊസസീവ് ചൈൽഡ് ആണ്, ഭയങ്കര പൊസസീവ് ആയിട്ടുള്ള ക്യാരക്ടർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതല്ല, അവൻ ആ ടോയ് വേണം എന്ന് ആഗ്രഹിച്ചത് വാങ്ങിച്ച് അതേ കെയറോട് കൂടി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചത് കളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് അവൻ ആ ഒരു എപ്പോഴും ചോദിക്കണം എന്റെ ടോയ് എവിടെ, എങ്കിൽ ഞാൻ അതെടുത്ത് കളിക്കട്ടെ എന്നൊക്കെ പറയുകയാണെങ്കിൽ അവൻ നോർമൽ ചൈൽഡ് ആണ്, അവന് ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ അവൻ നോർമൽ ആണ്, അവന് വേണമെന്ന് അവന്റെ മനസ്സിൽ എന്താണ് റിയലിസ്റ്റിക് ആയിട്ടാണ് അവൻ തിങ്ക് ചെയ്യണത്. എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള റിയൽ ചോയ്സ് ആണ് അവിടെ നടത്തിയിരിക്കുന്നത്. നോട്ട് ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ടല്ല അവൻ ഓരോന്ന് വാങ്ങിച്ചത്. റിയൽ ചോയ്സ് ആണെങ്കിൽ അവനത് വീണ്ടും വേണം, ഡിമാൻഡ് ചെയ്യും. അവൻ വാങ്ങിച്ച സാധനം എവിടെ എന്ന് നമ്മളോട് ഡിമാൻഡ് ചെയ്യും. അതല്ലെങ്കിൽ അല്ലാത്ത കുട്ടികൾ എങ്ങനെയായിരിക്കും, ആ ടോയിന് ഒരു വിലയും കൊടുക്കുന്നില്ല, അത് എവിടെയോ വലിച്ചെറിഞ്ഞിട്ട് അവൻ മറ്റൊരു ടോയ് ഉണ്ട്, അപ്പൊ അതിന്റെ പുറകെ പോവുകയാണെങ്കിൽ അവൻ എന്താണ്, ഡീവിയേറ്റഡ് ചൈൽഡ് ആണ്. ഓക്കെ, നോക്കാം. എ സ്ട്രോങ് ചൈൽഡ് ഇസ് വെരി ഡിമാൻഡിങ്. എ സ്ട്രോങ് ചൈൽഡ് ഇസ് വെരി ഡിമാൻഡിങ്. പോസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ഭയങ്കര ഡിമാൻഡിങ് ആയിരിക്കും, ഭയങ്കര വാശിയായിരിക്കും. നമ്മൾ മുതിർന്നവരിൽ പറയാറുണ്ട്, ചിലപ്പോ ആ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് ഇവൻ ആ എത്ര അറ്റം വരെ വേണമെങ്കിലും പോകും. അതേപോലെ തന്നെ കുറച്ച് കുഞ്ഞു കുട്ടികൾ അങ്ങനെ നമ്മൾ പറയും, അവനത് വാങ്ങിച്ചിട്ടേ അടങ്ങൂ എന്നൊക്കെ നമ്മൾ പറയും. ഇതേ ക്യാരക്ടർ മുതിർന്നു വരുമ്പോ
വലുതായി വരുമ്പോ നമ്മൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ എന്താണ് വല്ല ലവ് അഫെയർ ഒക്കെ ആണെങ്കിലും അവളെ നേടാൻ വേണ്ടി അവൻ ഏതറ്റം വരെയും പോകും എന്നൊക്കെ പറയുമ്പോ ചിലപ്പോ ഒന്നില്ലെങ്കിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയണം എന്നുള്ള ചിന്തകള് ഈ ആൾക്കാരുടെ മനസ്സിൽ വരും. അങ്ങനെയാണ് കൂടുതലായിട്ട് ഈ ആക്സിഡന്റ് അറ്റാക്കുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർ അല്ലെങ്കിൽ നമ്മളിപ്പോ റിജക്ട് ചെയ്യുമ്പോൾ അഫേഴ്സ് ഒക്കെ റിജക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത് ആളെ കൊല്ലണം എന്നുള്ള ചിന്തയൊക്കെ വരുന്നത്. ഇതെല്ലാം ചെറുപ്പത്തിലേ തന്നെയാണ് ഈ പറഞ്ഞ ബാഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കുട്ടികളുടെ മനസ്സിലേക്ക് വരുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുത്ത് അവനത് കിട്ടാണ്ട് വരുമ്പോ അവനത് എന്ത് ചെയ്യുന്നു, നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് വേറെ ആർക്കും കിട്ടരുത് എന്നുള്ള ഒരു മൈൻഡ് അവന്റെ മനസ്സിലേക്ക് അത് വരുന്നു. അത് നശിപ്പിച്ച് കളയണം എന്നുള്ള ചിന്ത വരുന്നു. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടറുള്ള കുട്ടീനെ നമ്മൾ ചെറുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. മുതിർന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. സോ ചെറുപ്പത്തിൽ നമുക്ക് അങ്ങനെ ഒരു കുട്ടീനെ മനസ്സിലാക്കുകയാണ്. അവൻ ഭയങ്കര ഡിമാൻഡിങ് ആണ്, അവന് ഭയങ്കര വാശിയാണ്, അവൻ എന്തും അവന് വിചാരിച്ചു തരാൻ അവൻ നേടിയെടുക്കുന്നത് നമ്മളുടെ അടുത്ത് പാരന്റ്സ് പറയും. അവൻ ആ ഒരു വാശി പിടിച്ചത് വാങ്ങിച്ചെടുക്കുന്ന വരെ ഒന്നും ചെയ്യില്ല. അങ്ങനെയൊക്കെ നമ്മളുടെ അടുത്ത് പാരന്റ്സ് പറയുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, ഇത് മിസ് പറഞ്ഞ പോലെ പൊസസീവ്നെസ് ആയിട്ടുള്ള കുട്ടിയാണ്. നമുക്ക് ഇവന് മിക്കവാറും ലവും ഇതേ പ്രശ്നമായിരിക്കും, സ്നേഹം കിട്ടാത്തത് കൊണ്ടായിരിക്കും. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടീച്ചേഴ്സ് നല്ല നിലയിൽ നമ്മൾ നല്ല രീതിയിൽ അവനെ കെയറും ലവും ചെയ്ത് നമ്മളോടൊരു ഇഷ്ടം ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് തന്നെ ആ ഒരു ഇഷ്ടം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അവരോട് കുറച്ചും കൂടി കമ്പനി ആയി കഴിയുമ്പോൾ ഒരു നല്ലൊരു നമ്മുടെ വഴിക്കാക്കി കഴിയുമ്പോൾ അവനെ മെറ്റീരിയൽസ് വെച്ച് നമ്മൾ ക്ലാസ്സിൽ അവൻ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യിപ്പിച്ച് എന്നിട്ട് അതുവഴി നമുക്ക് കോൺസെൻട്രേഷനും സെൽഫ് കോൺഫിഡൻസും എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അവൻ കോൺസെൻട്രേറ്റ് ആയി, അവന് ഹാൻഡ് മൂവ്മെന്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവനൊരു ആക്ടിവിറ്റി സ്വയമേ എടുത്ത് ചെയ്യുന്നുണ്ട്, സെൽഫ് കോൺഫിഡന്റ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ആ ഡീവിയേഷൻ അവനിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ട്, അവനിപ്പോ നോർമലൈസ്ഡ് ചൈൽഡ് ആയി എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. നോക്കാട്ടോ. A strong child is very demanding. The child demands all the object toys, but when they get them, he discards them. അത് ഉപേക്ഷിക്കും, അവനത് കിട്ടിക്കഴിഞ്ഞാൽ അവന് വേണ്ട. This is one of the lack of stimuli or love. സ്നേഹം കിട്ടാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് സാധാരണയായിട്ട് വരുന്നത്. When the child become an adult, he is probably materialistic. ഈ കുട്ടി ഇങ്ങനത്തെ ക്യാരക്ടറുള്ള കുട്ടി ഒരു അഡൽട്ട് ആയി മാറിയിട്ടായിട്ടുണ്ടെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടാവും ആ ജോബിന്റെ ആ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ഏതൊരറ്റം വരെയും വേണമെങ്കിലും പോകും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ ഒരാളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ ഏത് മാർഗം വേണമെങ്കിലും സ്വീകരിക്കും. അതൊക്കെ എന്താണ്, ഈ ഒരു ചെറിയ കുട്ടി ഈ ഒരു ഏജിലുള്ള ഈ ഡിമാൻഡ് ചെയ്യുന്ന വാശി കാണിക്കുന്ന കുട്ടികൾ മുതിർന്നു കഴിഞ്ഞാൽ അവർ അഡൽട്ട് ആയി കഴിഞ്ഞാൽ ഈ ഒരു ക്യാരക്ടറിലേക്കായിരിക്കും മാറുന്നത്. The teachers must be loving and caring. നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറീസ് കുട്ടികളോട് നല്ല സ്നേഹത്തോടെ നല്ല കെയറിങ്ങോടുകൂടിയാണ് പെരുമാറുന്നത്. She must provide warmth and eradicate her love to all the children. അപ്പോൾ നല്ലൊരു സ്നേഹത്തോടു കൂടി നല്ല കെയറിങ്ങോട് കൂടി എല്ലാ കുട്ടികളെയും നോക്കുന്ന പോലെ തന്നെ നോക്കേണ്ടത്. The teacher must direct the child energy towards the materials in the classroom. ഈ ടൈപ്പ് ഓഫ് ഡീവിയേറ്റഡ് കുട്ടികളുടെ ചൈൽഡിന്റെ എനർജി നമ്മൾ മെറ്റീരിയലിലേക്ക് എന്ത് ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം. നമ്മുടെ ക്ലാസ് റൂമിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാനും അത് വർക്ക് ചെയ്യിപ്പിക്കാനും അവനെ അതിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യണം. When the child start working with the material, അവൻ ഈ മെറ്റീരിയൽസ് വെച്ച് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ his concentration enhance, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കോൺസെൻട്രേഷൻ അവനിൽ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. Gradually this builds the child confident and in time this deviation will appear. അപ്പോൾ പിന്നെ അവന് സെൽഫ് കോൺഫിഡൻസ് ബിൽഡായി അവന് സ്വയം തന്നെ വിശ്വാസം കിട്ടി ഒരു കാര്യം ചെയ്യാൻ പറ്റും. അവന് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആദ്യം തെറ്റിപ്പോവും, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുമ്പോ അവൻ സ്വയമേ ആ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കുമ്പോൾ അവന് സെൽഫ് കോൺഫിഡൻസ് ആണ് അവിടെ ബിൽഡ് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ ഡീവിയേഷൻ എല്ലാവരും ഡിസപ്പിയർ ആവും. The child imitates the adult. If the adult is very authoritative person in child life, നമുക്കറിയാം ഭയങ്കരമായിട്ട് കുട്ടികൾ ആരോട് ഭയങ്കരമായിട്ട് ഇന്റിമേറ്റ് ആണ്, അഡൾട്ടിനോട് ഭയങ്കരമായിട്ട് ഇന്റിമേറ്റ് ആണ്. അഡൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്ന അതോറിറ്റേറ്റീവ് പേഴ്സൺ ആണ് ആര്, നമ്മൾ അഡൾട്ട് എന്ന് പറയുന്ന പാരന്റ്സ്. ദ ചൈൽഡ് വാണ്ട്സ് ടു ബി പവർഫുൾ ടു. അപ്പൊ അഡൾട്ടിനെ പോലെ ആവണം, അല്ലെങ്കിൽ അവരുടെ പാരന്റിനെ പോലെ ആവണം എന്നാണ് ആർക്ക് ആഗ്രഹം.
കുട്ടിക്ക് ആഗ്രഹം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളാണോ ആൺകുട്ടികൾക്കൊക്കെ അവരുടെ അച്ഛനെ പോലെ ആവണം, ഭയങ്കര സ്ട്രോങ് ആവണം എന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണ് വരാം. The child will enroll a strong personality and would most probably copying the personality of adult, must be stubborn, aggressive, reasonable and possessively good. ഇപ്പൊ ഈ കുട്ടിയുടെ പാരന്റ് എങ്ങനെയാണ്, ഭയങ്കരമായിട്ട് സ്റ്റബേൺ ആണ്, വാശിക്കാരനാണ്. ആ കുട്ടി ഓട്ടോമാറ്റിക്കലി വാശിയായിരിക്കും. അപ്പൊ അവൻ ചെറുപ്പം മുതലേ കാണുന്ന കാഴ്ച വെച്ചാൽ അച്ഛൻ ഭയങ്കരമായിട്ട് വാശി പിടിക്കും. എന്റെ അച്ഛൻ മാംഗലിസബിളി ഭയങ്കരമായിട്ട് ചൂടാകും, റൂഡാണ്. അപ്പൊ അതേ ഒരു ക്യാരക്ടർ ആയിരിക്കും ആദ്യം വളരുന്നത്, ഈ കുട്ടിയിൽ വളർന്നു വരുന്നത്. ഇപ്പോ അച്ഛൻ ചെറുപ്പത്തിൽ അമ്മനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന അച്ഛനാണെന്ന് വിചാരിക്കും. അപ്പൊ അവൻ ചെറുപ്പം മുതലേ കണ്ടുവരുന്നത് എന്താണ്, ഇങ്ങനെ ഉപദ്രവിക്കണം എന്നുള്ളൊരു മൈൻഡാണ് അവന്. അപ്പൊ അവൻ വലുതായി അവനും കല്യാണം കഴിച്ച് വരുമ്പോ ആ ഒരു കുട്ടീനെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ അവൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കണം എന്നുള്ളൊരു മൈൻഡിലേക്ക് അവൻ പോകും. കാരണം അവന്റെ അച്ഛൻ അതാണ് കാണിച്ചു കൊടുക്കുന്നത്. സോ ഭയങ്കരമായിട്ട് സ്ട്രോങ് ഇൻഫ്ലുവൻസ് ആരുടെ ഉണ്ട്, അഡൾട്ട്സിന്റെ ഉണ്ടാവും ഈ ഓരോ കുട്ടികളിലും. The weak child would make the adult feel guilty, manipulate the adult will stuffing, singing and the big birds of I am only the little, don't make me to do it. അപ്പൊ ചില കുട്ടികൾ നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് പറയുമ്പോ ഇങ്ങനെ പറയില്ലേ, ഞാൻ കുട്ടിയല്ലേ, എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണോ, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോ നിന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും. അല്ലെ, അത് ഞാൻ കുട്ടിയല്ലേ, ഞാൻ ചെറുതല്ലേ, അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യുമ്പോ അവരെ വീണ്ടും പണിഷ് ചെയ്യുമ്പോ ഞാൻ കുട്ടിയല്ലേ, എന്നെ കൊണ്ട് അത് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയണേ നല്ല നന്നായിട്ട് എന്ത് ചെയ്യാം, നമ്മളത് ഗൈഡ് ചെയ്യാം. മോൻ ഇപ്പൊ വലുതായിട്ടുണ്ട്, ഇനി ഇങ്ങനത്തെ മിസ്റ്റേക്ക് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പറയണം. നമ്മള് ഫീൽ ചെയ്യും ഗിൽറ്റി. അവൻ നമ്മളെ പറഞ്ഞു തിരിക്കും. ആ ഒരു എന്താ പറയാ, ആ ഒരു കുട്ടിത്വം അല്ലെങ്കിൽ ആ കുട്ടിയാണെന്നുള്ള ഒരു ഷെൽട്ടർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു തിങ്കിങ് വരും. നമ്മള് ചെറിയ കാര്യമാണെങ്കിൽ ഒത്തിരി പ്രോത്സാഹനം, ഓക്കെ, ഒത്തിരി പ്രോത്സാഹിപ്പിക്കരുത്. കുഞ്ഞു കുട്ടികളാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യരുത്. അവര് ആ ഒരു ഷെൽട്ടറിന്റെ അകത്ത് പോകും. ഇപ്പൊ എന്ത് മിസ്റ്റേക്ക് ചെയ്താലും ഞാൻ കുട്ടിയല്ലേ, ഞാൻ അങ്ങനെ ഒന്നും എന്നോട് അങ്ങനെ ഒന്നും പറയല്ലേ, ഞാൻ ചെറിയ ആക്ടിവിറ്റീസ് ഞാൻ ചെയ്യില്ല, ഞാൻ കുഞ്ഞു കുട്ടിയല്ലേ എന്നൊക്കെ പറയുകയാണെങ്കിൽ, ഇല്ല മോനെ നീ ചെയ്യാറായിട്ടുണ്ട്, മോന് പ്രായമായിട്ടുണ്ട്, മോനത് തന്നെ ചെയ്തോളാം. അവൻ ആദ്യം പറഞ്ഞപ്പോ തന്നെ അവന് റിജക്ഷൻ ആണ് കിട്ടിയെങ്കിൽ പിന്നെ അവനത് നമ്മളോട് പറയാൻ നിൽക്കൂല, ഞാൻ ചെറുതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറയാനായിട്ട് കിട്ടില്ല. അവനത് നമ്മളുടെ അടുത്ത് പോകില്ല എന്ന് മനസ്സിലായി അവൻ എന്ത് ചെയ്തോളും, സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു. ഇതാണ് പൊസസീവ്നെസ്. ഇതിൽ 3 സെഷനായിട്ട് അവർ പറയുന്നത്. ഈ പറഞ്ഞ ഡിമാൻഡിങ്, ഭയങ്കരമായിട്ട് വാശിക്കാരായിട്ടുള്ള കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് നോർമലൈസ്ഡ് ആക്കണമെന്ന് പറഞ്ഞു. പിന്നെ അഡൽട്ടുകളുടെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് കുട്ടികളുടെ ലൈഫിൽ ഉണ്ടാവും. സോ അവര് നമ്മളുടെ അഡൽട്ട്സിന്റെ പേഴ്സണാലിറ്റി ഭയങ്കരമായിട്ട് കോപ്പി ചെയ്യും. അപ്പൊ സ്റ്റബേൺ ആയിട്ടുള്ള പാരന്റ് ആണെങ്കിൽ ഈ കുട്ടികൾ ഭയങ്കര സ്റ്റബേൺ ആയിരിക്കും, ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. പിന്നെ അൺറീസണബിളി ഭയങ്കരമായിട്ട് ചൂടാകുന്ന പാരന്റ്സ് ആണെങ്കിൽ ഇവര് വലുതായി മുതിർന്നു വരുമ്പോഴും അവരുടെ ഈ ഒരു ക്യാരക്ടർ, പാരന്റ്സിന്റെ ഇതേ ഒരു ക്യാരക്ടർ ആയിരിക്കും ഈ കുട്ടിക്ക് ഉണ്ടാവുക. പിന്നെ പറഞ്ഞത് ചില കുട്ടികൾ, വീക്ക് ആയിട്ടുള്ള കുട്ടികൾ എന്താ ചെയ്യുന്നത്, അഡൽട്ടിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അഡൽട്ടിന്റെ അടുത്ത് അവർ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ചെറുതല്ലേ, എനിക്കിത് ചെയ്യാൻ പറ്റൂലല്ലോ, എന്നെ കൊണ്ട് ചെയ്യാനൊന്നും പറ്റൂല കേട്ടാ എന്ന് പറയും. നമ്മള് അങ്ങനെ അവർ ആ ഒരു ഇതില് കുഞ്ഞല്ലേ എന്ന് വിട്ടേക്ക എന്ന് പറഞ്ഞ് വിടല്ല വേണ്ട, നമ്മൾ അവരെ വിളിച്ചിട്ട് കാര്യം പറയാം, ഇതിനെ കൊണ്ട് പറ്റും, ഇതിന്റെ ഇതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് മാത്രം. അത് ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളെ കൊണ്ട് ഒരു ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. ഒത്തിരി വലിയ ആക്ടിവിറ്റീസും ഭയങ്കര എന്താ പറയാ, വലിയ ടാസ്കുകളൊന്നും കൊടുക്കരുത്, ചെറിയ ചെറിയ ടാസ്കുകൾ മാത്രം കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ജപ്പാനിലൊക്കെ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് അവരുടെ എന്താ പറയാ കരിക്കുലത്തിന്റെ ഭാഗമാണ്. കുക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും എല്ലാ കാര്യങ്ങളും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് വേണം, എന്നാൽ മാത്രമേ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലൈഫ് മുന്നോട്ട് നയിക്കാനായിട്ട് പറ്റും. ഓക്കെ, പൊസസീവ് എന്ന് പറയുന്ന വേർഡ് അല്ല, പൊസസീവ് എന്ന് പറയുന്ന പാരഗ്രാഫ് നല്ല രീതിയിലൊന്ന് റീഡ് ചെയ്തേ. റീഡ് ചെയ്തിട്ട് സംഭവിക്കണം കേട്ടോ.
എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ കുട്ടികളുടെ അടുത്ത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ പാരന്റ്സ് ആണ്. അല്ലെങ്കിൽ ഈ ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ആരാണ്? പാരന്റ്സ് ആണ്. ഫസ്റ്റ് തുടങ്ങുന്നത് എവിടെന്നാണ് അറിയാമോ? കമ്പാരിസണിലാണ് തുടങ്ങുന്നത് കുട്ടികൾ. ഓക്കെ ഓക്കെ കമ്പാരിസൺ. ഒരു കുട്ടി അവന്റെ പാരന്റ്സ് അവനേക്കാളും മികച്ചത് വേറൊരാളാണെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഹീറോസും ഹീറോയിനും അല്ലെങ്കിൽ അവരുടെ ഏറ്റവും എന്താ പറയാ, അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണ്? അവരുടെ പാരന്റ്സിന്റെ ആയിരിക്കും. അവരുടെ പാരന്റ്സിന്റെ ഒരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ അവരുടെ പാരന്റ്സ് ആണ് നല്ല ഭംഗിയിലിട്ടാ, നല്ല രസാണ് എന്ന് പറയാനായിട്ടായിരിക്കും ഓരോ കുട്ടികളും ആഗ്രഹിക്കുന്നത്. അപ്പൊ അവനെ നമ്മൾ വേറൊരു കുട്ടിയെ വെച്ച് കമ്പയർ ചെയ്യാനില്ല. നീ അവനെ കണ്ട് പഠിക്കുക, അവൻ എന്തോരാ പഠിക്കണേ, അല്ലെങ്കിൽ അവൻ എന്തോരം മാർക്ക് വാങ്ങിക്കണേ, അവനെന്താ നിറവാ, അവൻ എന്തായാലും നന്നായിട്ട് പാട്ട് പറഞ്ഞു, നീ അത് കണ്ട് പഠിക്കും, നീ അവനെ കണ്ട് പഠിക്കും, ഇവനെ കണ്ട് പഠിക്കുക, അങ്ങനെ നോക്ക്, അതേപോലെ ആകാൻ നോക്ക് എന്നൊക്കെ പറയുമ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ പേഴ്സണാലിറ്റി അവിടെ നഷ്ടപ്പെട്ടു പോകല്ലേ. ചിലപ്പോ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, ആ ബെസ്റ്റ് ഫ്രണ്ടിനോട് അവന് ദേഷ്യം തോന്നില്ലേ? അവന്റെ ക്ലാസ്സിൽ ഇപ്പോ ജസ്റ്റ് 99 മാർക്ക് വാങ്ങിച്ച ഒരു ഫ്രണ്ട് 97 മാർക്ക് വാങ്ങിച്ച് അവൻ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ആണ്. അപ്പൊ നിനക്ക് എന്താ പറ്റിയത്? നീ അവനെ ഫ്രണ്ടിനെ കണ്ടു പഠിക്കുക, അവൻ അത്രയും മാർക്ക് വാങ്ങിച്ചില്ലേ എന്ന് പറയുമ്പോ അവന്റെ മനസ്സിൽ എന്തോരം ഹേർട്ട് ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടാ? ആ ഒരു ഹേർട്ട് അവനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും? ഡിപ്രഷനിലേക്ക് വിടാനുള്ള ചാൻസ് ഉണ്ട്. കമ്പാരിസൺ ശരിയാണ്, നമ്മളും നമ്മുടെ ലൈഫിൽ കമ്പാരിസണും ഇതേപോലെ ഒരുപാട് വിഷമങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മളോട് അല്ലെങ്കിൽ നമ്മളിപ്പോ പക്ഷെ മാക്സിമം നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കാൻ നോക്കാം. നമ്മളെ ടീച്ചേഴ്സ് നമ്മുടെ ക്ലാസ്സിൽ ഏതൊരു കുട്ടീനെയും വെച്ച് മറ്റൊരു കുട്ടീനെ കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മളെ പഠിപ്പിക്കുന്ന കുട്ടികളെ വെച്ചിട്ട് നമ്മളുടെ കുട്ടീനെയും കമ്പയർ ചെയ്യാൻ പാടില്ല. കമ്പാരിസൺ പറഞ്ഞാൽ ഏറ്റവും ബാഡ് ആയിട്ടുള്ള കാര്യമാണ്. ഡോണ്ട് കമ്പയർ എനിവൺ വിത്ത്. കമ്പാരിസൺ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതാക്കുന്നുണ്ട്. ശരിയാണ് കേട്ടോ, ഭയങ്കരമായിട്ട് നമ്മള് കമ്പാരിസൺ ചെയ്യരുത്. കാരണം ഈ കമ്പാരിസൺ വഴി ആ കുട്ടീനെ ഡീവിയേറ്റിനെ പോലും ആക്കാനായിട്ട് പറ്റും. സോ എല്ലാ കുട്ടികളും നോർമലൈസ്ഡ് ആയിട്ടുള്ള, നോർമലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കുട്ടികളൊന്നും അല്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും അത്ര പെർഫെക്റ്റ് ഒന്നല്ല. കുറച്ച് ഇംപെർഫെക്റ്റും എന്താ പറയാ ഡിഫറൻസും എല്ലാവർക്കും അവരുടേതായ രീതിയിലുണ്ട്. ഐക്യൂലായിരിക്കും, സ്കിന്നിന്റെ കളറിലായിരിക്കും, ചിലപ്പോൾ ഷേപ്പിലായിരിക്കും. എല്ലാവരും ഇന്റേണലി ഡിഫറെന്റ് ആണ്. നമ്മൾ എങ്ങനെയാണോ അതേപോലെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ് വേണ്ടത്. നമ്മുടെ മക്കളെ വെച്ചിട്ട് വേറൊരാളെ കമ്പയർ ചെയ്യരുത്. കാരണം ചില മാർക്കിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കമ്പയർ ചെയ്യാൻ, അവൻ എത്രയും മാർക്ക് വാങ്ങിച്ചു. ഇപ്പൊ ചിലർ നമ്മൾ പഠിപ്പിക്കുമ്പോ തന്നെ നമ്മുടെ ക്ലാസ്സില് ആ ടീച്ചേഴ്സ് വന്ന് പറയും, അവൻ എവിടെയാണ് ട്യൂഷന് പോണത്, ക്ലാസ് ഫസ്റ്റ് എവിടെയാണ് ട്യൂഷന് പോണത്, അവിടെ തന്നെയാണ് ഞാൻ എന്റെ മോനെ വിടുന്നത്. അവനും പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെയാണ് എന്റെ മോനെ പഠിപ്പിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് എന്റെ മോന് മാർക്ക് കുറഞ്ഞു? അതെന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അമ്മമാര് വന്ന് നമ്മളോട് പഠിക്കും. ഓക്കെ, നമ്മളോട് ഭയങ്കരമായിട്ട് ഷൗട്ടൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ആ സിറ്റുവേഷൻസ് ഒക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക. ചിലപ്പോ അവൻ പഠിക്കുന്ന കാര്യത്തിലായിരിക്കില്ല അവന്റെ കഴിവ്, മറ്റെന്തെങ്കിലും കാര്യത്തിലായിരിക്കും കഴിവ്. സോ എന്താണോ അവന്റെ ആഗ്രഹങ്ങൾ, അവന്റെ ഇഷ്ടങ്ങൾ, അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും പഠിച്ച് എഞ്ചിനീയറും ഡോക്ടറൊക്കെ ആയാൽ മതിയോ? സാധാരണ എന്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റണ്ടേ? അപ്പോ ഈ പറഞ്ഞ അത്രയും ഓക്കെ. അപ്പൊ ചിലവര് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിച്ചിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവാറില്ല. ആ അക്കാഡമിക്സ് സമയത്ത് മാത്രം മാർക്ക് വാങ്ങിക്കും. പക്ഷെ ഞാൻ ഇപ്പൊ ആലോചിക്കാറുണ്ട്, നമ്മൾ അന്ന് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മള് പഠിക്കില്ല, ബാക്ക് ബെഞ്ചേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ടൈമില് ടീച്ചർമാരൊക്കെ ഭയങ്കരമായിട്ട് വഴക്കൊക്കെ പറഞ്ഞ കുട്ടികൾ
ഇന്ന് ഓരോരുത്തരും മിക്കവരും ബിസിനസ് ഒക്കെയാ ചെയ്യുന്നത്. അവരൊക്കെ ഭയങ്കര സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും നല്ല പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികളാണ് ഈ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അത്രയും എന്താ പറയാ, ഭയങ്കരമായിട്ട് റിസ്ക് എടുക്കുന്നത്. നല്ല ഞാൻ പറഞ്ഞില്ലേ ബിസിനസ് ഒക്കെ ചെയ്ത് അത് ഞങ്ങള് ഉണ്ടായിരുന്നു, റിയൂണിയൻ ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള മനസ്സിലായത്. കാരണം ഒത്തിരി പഠിച്ചിട്ട് എവിടെയും എത്താതെ പോയ കുറെ പേരുണ്ട്. ഇപ്പൊ എന്നേക്കാളൊക്കെ നല്ല മാർക്കൊക്കെ വാങ്ങിച്ച അല്ലെങ്കിൽ സ്കൂൾ ടോപ്പറൊക്കെ ആയിരുന്ന കുട്ടികള് ജസ്റ്റ് ഹൗസ് വൈഫ് ഒക്കെ ആയിട്ട് മാത്രമായിട്ട് മാറി. ഞാൻ ചോദിച്ചവരുടെ അടുത്ത് എന്താ വർക്ക് ചെയ്താല് ജോലിക്ക് പൊക്കൂടെ, നീ പഠിച്ചല്ലേ ഇത്രയും നന്നായിട്ട്. പക്ഷെ അവൾ പറഞ്ഞത് ഹസ്ബൻഡിന് താല്പര്യമില്ല, വീട്ടിൽ നിന്ന് സമ്മതിക്കുന്നില്ല, കുട്ടികളെ നോക്കണം. അപ്പോ റൊട്ടേഷന്റെ കാര്യമൊന്നല്ലടാ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു സെഷൻ ഉണ്ടാവുമല്ലോ ഭയങ്കര വീക്ക് ആയിട്ടുള്ള കുട്ടികൾ. ഞങ്ങൾ കുറെ നാൾ മുമ്പ് പഠിച്ചുകൊണ്ടായിരിക്കും. ബെഞ്ച് റൊട്ടേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുന്ന സെഷൻ തന്നെ ഉണ്ട്, കുറച്ച് വീക്ക് ആയിട്ടുള്ള കുട്ടികളെ അങ്ങനെ പറഞ്ഞത്. പക്ഷെ അതിൽ ഒരാൾ ഗവൺമെന്റ് എംപ്ലോയി ആകുമ്പോ അങ്ങനെ മിക്കവരും നല്ല സെറ്റിൽഡ് ആയിട്ടുണ്ട്. ചിലർ ഗൾഫിലാണ്, ചിലർ ബിസിനസ് ആണ്, നാട്ടിൽ തന്നെ ബിസിനസ് ചെയ്യുന്നവരാണ്. അവര് പിന്നെ പഠിക്കാനൊന്നും പോയില്ല, 10th കഴിഞ്ഞ് +2 പോയി തോന്നുന്നു. അത് കഴിഞ്ഞ ഒരു ബിസിനസ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് ഇതൊക്കെ തിരിഞ്ഞു. നമ്മളൊക്കെ പഠിച്ച് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി. ഇപ്പൊ കോളേജ് ടോപ്പേഴ്സ്, സ്കൂൾ ടോപ്പേഴ്സ് ഒക്കെ എന്താ ചെയ്യുന്നേ, അത് നോക്കിയാൽ മതി. അപ്പൊ എന്നിട്ട് നമ്മൾ ആലോചിക്കണം, ഈ കുട്ടികളെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നമ്മളെ പാരന്റ്സ് ഇവരെ പോലെ ആവണം എന്നാണോ നമ്മൾ വിചാരിച്ചത്? അവര് അല്ല. ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യരുത്. ഓരോരുത്തരും അവരവർ ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്. നമ്മൾ അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ എങ്ങനെയാണോ അതേപോലെ, ഇപ്പൊ ഞാൻ എങ്ങനെയാണോ, എനിക്ക് ഭയങ്കര നിർബന്ധ, ഞാൻ എങ്ങനെയാണോ അതേപോലെ തന്നെ എന്നെ അക്സെപ്റ്റ് ചെയ്യണം, ഭയങ്കര നിർബന്ധ. എനിക്ക് വേണമെങ്കിലും കുറച്ചും കൂടി എന്താ പറയാ ക്ലാസ്സിന്റെ കാര്യമല്ല, ഫാമിലിയിലൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കണം, ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കണം, എല്ലാവരോടും സംസാരിക്കണം, ചിരിക്കണം എന്നൊക്കെ ഉണ്ടാവും. ഞാൻ അങ്ങനെയല്ല. ഞാൻ എങ്ങനെയാണോ അതേപോലെ തന്നെ എന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ട്. എന്നോട് ആരെങ്കിലും വന്ന് സംസാരിച്ചാൽ മാത്രമേ ഞാൻ അങ്ങനെ സംസാരിക്കുള്ളൂ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എങ്ങനെയാണോ ഞാൻ അതേപോലെ തന്നെ എന്നെ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്റെ ഒപ്പം നിൽക്കുന്നവര് മാത്രം എന്റെ ഒപ്പം നിന്നാൽ മതി. അങ്ങനത്തെ ചെറിയൊരു പ്രശ്നമുണ്ട് എനിക്കില്ല. അപ്പൊ നമ്മളും നമ്മളുടെ മക്കളോട് പറയാം. എന്റെ മോള് ചിലപ്പോ അവളും എന്താ പറയാ, ഞാൻ കമ്പയർ ചെയ്യാറില്ല. അവളെ വെച്ചിട്ട് മറ്റുള്ളവരെ വെച്ച് കമ്പയർ ഒന്നും ചെയ്യില്ല. മക്കളെ ഇത് നമ്മൾ ചെറുപ്പം മുതലേ ചെറുതായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് തുടങ്ങിയാൽ ഭയങ്കര ഫീലിംഗ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മളിൽ പ്രതീക്ഷിക്കുന്നത് അവർ സൂപ്പറാണ്, അവരെ കാണാനുള്ള ഭംഗിയുണ്ട് എന്നിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവർക്ക് ചെറിയ മാർക്കായാലും കുഴപ്പമൊന്നുമില്ല, ചെറിയ മാർക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, അപ്രീഷിയേറ്റ് ചെയ്യാം. വലിയ ടാർഗറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ഒരു നോർമലൈസ്ഡ് ആക്കുമ്പോ ഇപ്പൊ ഒത്തിരി മാർക്കൊക്കെ കുറവാന്ന് വിചാരിക്കും, ചിലപ്പോൾ ഫെയിൽ ആയിട്ടുണ്ടാവും. ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയാം, നെക്സ്റ്റ് ടൈം നീ പാസ് ആകൂലേ, അത് മതി അമ്മയ്ക്ക് എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, മാക്സിമം നെക്സ്റ്റ് ടൈം പാസ് ആവാനായിട്ട് നോക്കും. അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മൾ പറയുന്നത് ഈ പ്രാവശ്യം നീ പാസ്സായില്ലേ, നെക്സ്റ്റ് ടൈം 20 മാർക്സ് വാങ്ങിക്കണം കേട്ടാ. എത്രയില് 50-ല് 20 മാർക്സ്. അപ്പൊ 18 ആണല്ലോ പാസ് ആവാനായിട്ട്, 20 മാർക്ക് വാങ്ങിച്ചാൽ മതി എന്ന് പറയാം. സോ അവൻ 20 മാർക്കിന് എബോവ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവനെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാം. ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡ് ഒന്നും ഫിക്സ് ചെയ്യരുത്. നീ ഈ പ്രാവശ്യം ഫെയിൽ ആയി, അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് 45 ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അവന് ഭയങ്കരമായിട്ട് അത് ഡിപ്രഷനിലേക്ക് വിടും, അല്ലെങ്കിൽ ഡീവിയേഷനിലേക്ക് കൊണ്ടുവന്ന് ചെയ്യും. അപ്പൊ അങ്ങനെ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, കുട്ടീനെ വിടരുത്. നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, അവനെ മറ്റുള്ള പിന്നെ ഫ്രണ്ട്സിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ അവന് ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, കണ്ടോ അവന് മാർക്ക് എത്രയുണ്ട്, നിനക്ക് എന്താ മാർക്കില്ലാത്തേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവന് ഭയങ്കരമായിട്ട് ഹേർട്ടാവും. പിന്നെ ആ കുട്ടി, ആ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് അവനെ എന്താ പറയാ ഭയങ്കര വലിയ ഇരട്ടിയായിട്ട് മാറും. ഓക്കെ, അങ്ങനെ ഇനിമയായി മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് തമ്മിൽ അവരായിട്ടൊരു പ്രശ്നമില്ല, ആ കുട്ടി ഇവര് തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ റിലേഷൻഷിപ്പ് മോശമാവാനായിട്ട് ആര് കാരണമായി, നമ്മുടെ പാരന്റ്സ് കാരണമായി. സോ കമ്പാരിസൺ പാടില്ല. മാം എല്ലാവരും ആണ്, അങ്ങനെയല്ല, എല്ലാവരും യൂണീക്ക് ആണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോകത്ത് കോടാനുകോടി ജനങ്ങൾ ഉണ്ടായിട്ടും ആരുടെയും ഫിംഗർ പ്രിന്റ് പോലും ഒരേപോലെ വരുന്നില്ല അല്ലെ. പിന്നെ ട്വിൻസ് ജനിക്കുകയാണെങ്കിലും അതിലും തന്നെ നമുക്ക് നന്നായിട്ട് ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരേ ടൈം ഉണ്ടായിട്ടുള്ള മക്കളിൽ അടക്കം നല്ല ഡിഫറൻസ് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു അടിസ്ഥാനവും ഇല്ലല്ലോ വേറെ ഏതോ അമ്മക്കും അച്ഛനും ഉണ്ടാക്കിയ കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നത്. അവരുടെ കഴിവുകൾ വ്യത്യസ്തമായിരിക്കും, എല്ലാവർക്കും കഴിവുകളുണ്ട്. അത് നമ്മൾ കണ്ടെത്തിയിട്ട് അതിൽ പ്രോത്സാഹനം നൽകുക അല്ലേ മാം?
അതേടാ. പക്ഷെ ഈ പാരന്റ്സ് ഇല്ലേ, ഇപ്പൊ നമ്മള് പാരന്റ്സ് ആയിട്ട് നമ്മള് എന്തായാലും കമ്പയർ ചെയ്യില്ല, നമ്മുടെ ടീച്ചേഴ്സ് ആണ്. നമുക്കറിയാം നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ ഒരു 20 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ 20 സ്റ്റുഡൻസും ഡിഫറെന്റ് ആണ്, അവരെല്ലാവരും ഓരോ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പാരന്റ്സ് ഉണ്ടല്ലോ, അവർക്ക് അത് അറിഞ്ഞുകൂടാ, പക്ഷെ അവർ കമ്പയർ ചെയ്യും. ഇപ്പൊ ചിലപ്പോ വിദ്യാഭ്യാസ കുറവുള്ള പാരന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരായിരിക്കും, ഭയങ്കര കമ്പാരിസൺ ആയിരിക്കുള്ളൂ. നമ്മളത് നമ്മളെ ഭാഗത്തുനിന്ന് ഒരിക്കലും നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളായാലും നമ്മളുടെ മക്കളായാലും അവരെന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരു കുട്ടിയെയോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിലും കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല. കളറിന്റെ കാര്യത്തില്, ഷേപ്പിന്റെ കാര്യത്തില്, ഹെയറിന്റെ ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അതൊന്നിലും അവരെന്ത് ചെയ്യാൻ പാടില്ല, കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല. മാം, ആ ഞാന് എന്റെ മോനെ ഇങ്ങനെ കമ്പയർ ചെയ്യരുതെന്ന് ഒരുപാട് ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ നമുക്കറിയാം, അങ്ങനെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്, അവരുടെ ഉള്ളിൽ നെഗറ്റീവ് എനർജിയാണ് അത് ഉണ്ടാക്കുന്നത്, എല്ലാം നമുക്കറിയാം. അപ്പൊ മാം പറഞ്ഞ പോലെ നമ്മളെല്ലാം അറിയുന്ന ഒരു വ്യക്തി ആയിട്ട് പോലും നമ്മൾ എന്താ പറയാ, ഇടയ്ക്കൊക്കെ ചില സമയത്ത് ഇവനിങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അതേ സെയിം ഏജിലുള്ള മറ്റൊരു കുട്ടി ഇതേപോലെ അതേ സെയിം കാര്യം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു സങ്കടമാണ്, നമ്മുടെ മോനെ അതുപോലെ ചെയ്യുന്നില്ലല്ലോ, അതേ ഏജ് ആണല്ലോ അവനും. അപ്പോ ഒരു എഴുതുന്ന കാര്യത്തിലാണേലും പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ലേൺ ചെയ്യുന്ന എന്ത് കാര്യത്തിലാണേലും മറ്റേ അവൻ കുറച്ചും കൂടെ ഒരു എക്സ്ട്രാ ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു ഭയങ്കര മനസ്സിന്റെ ഉള്ളിൽ എന്റെ മോനും അതുപോലെ ചെയ്യുക, അവൻ അതുപോലെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നല്ലപോലെ പറഞ്ഞു കൊടുക്കും. അല്ലാതെ അവനെ വെച്ചിട്ട് കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ അവനങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പം നീയും അങ്ങനെ ചെയ്യാം തോന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അവന്റെ ഉള്ളിൽ നെഗറ്റീവ് എനർജി പോലെ ഉണ്ടാവുമോ? എടാ, അത് രണ്ട് രീതിയിലുണ്ട്. ചില പാരന്റ്സ് ശരിക്കും കണ്ടിറങ്ങി അവനെ കണ്ട് പഠിക്കും. അപ്പൊ അവനെന്തോ ഒരു മനസ്സിൽ വിഷമം തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അത് അങ്ങനെയാണ് സാധാരണയായിട്ട് കുട്ടികൾ വരുന്നത്. നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ അവന് ബാക്കിയുള്ള കാര്യത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവന് മനസ്സിലാകുകയാണെങ്കിൽ അവൻ കൂടുതലായിട്ട് അത് അവന്റെ റെസ്പോൺസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ചിലപ്പം നമ്മൾ ആ കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്ത്, ഇപ്പൊ ചെറുതായിട്ടൊന്ന് കമ്പയർ ചെയ്ത് വെച്ച് ഒരു ചെറിയ രീതിയിൽ കമ്പയർ ചെയ്ത് വിചാരിക്കും. എന്നിട്ട് അവൻ നെക്സ്റ്റ് എക്സാമിന് അതിനേക്കാളും മാർക്ക് കുറവാണെങ്കിൽ ആ കമ്പാരിസൺ അവനത് ബാഡ് ആയിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പാരിസനെ കൊണ്ട് അവന് ഹെൽപ്ഫുൾ ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അമ്മമാരെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പാരന്റ്സ് ഒരിക്കലും, ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും കമ്പയർ ചെയ്ത് ചിലപ്പോൾ അവര് ഫീൽ ആവണമെന്നില്ല. പക്ഷെ നമ്മള് സ്വന്തം അമ്മ മറ്റൊരു കുട്ടീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഫീലിംഗ് ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. അത് ഓരോരുത്തരുടെ ടോൺ അനുസരിച്ചിരിക്കുക. ശരിക്കും നമ്മളൊക്കെ ടീച്ചേഴ്സ് ആകുമ്പോൾ പാരന്റ്സ് ഇതിനെ കുറിച്ച് നല്ല അവയർനെസ് പാരന്റിങ് ക്ലാസ്സിലൊക്കെ കൊടുക്കണം എന്നുള്ളതാണ് അല്ലെ. ഈ ചെറിയ ക്ലാസ്സിലായതുകൊണ്ട് മുന്നോട്ടും അവർക്ക് അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായാൽ ചിലപ്പം ഇതിൽ നിന്ന് ഇതാവുമായിരിക്കും. എല്ലാവർക്കും അറിവുണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ കമ്പാരിസൺ കൊണ്ട്. കുട്ടികളെ ഫീലിംഗ് നമ്മൾ പാരന്റ്സ് വിചാരിക്കുക കുട്ടികളെ ഏറ്റവും ഉയർന്ന രീതിയിൽ എത്തണം എന്നുള്ള രീതിയിലായിരിക്കും പക്ഷെ അവര് കമ്പയർ ചെയ്യുന്നത്. പക്ഷെ നമുക്കില്ലേ സപ്പോർട്ട് ചെയ്യണ്ടേ കുട്ടികളെ, അവർ ആ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും, അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. അപ്പൊ അവൻ പഠിക്കുന്നില്ല അല്ലെങ്കിൽ അവൻ ആൽഫബറ്റ്സ് അറിഞ്ഞുകൊണ്ടില്ല, അതെങ്ങനെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും? ആൽഫബറ്റ്സ് അവൻ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും? അത് വേറെ ഓരോരോ രീതിയിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ചിലപ്പോൾ ക്ലാസ്സിൽ വരുന്നുണ്ടാവും, സ്കൂളിൽ വരുന്നുണ്ടാവും, അത് ഓക്കെ അവിടെ നടന്നോട്ടെ. പക്ഷെ നമുക്കറിയാം ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് എന്തിനേയും കുട്ടീനെ പഠിപ്പിക്കാൻ പറ്റും. അവർക്ക് ഓരോന്ന് കാഴ്ച കണ്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്, അതിന്റെ ഷേപ്പ് കണ്ട് പഠിക്കാൻ നല്ലതായിരിക്കും. ഇപ്പൊ കളേഴ്സ് പഠിപ്പിക്കണമെങ്കിൽ കളർ കണ്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അത് നമ്മള് അവരെ ട്രെയിൻ ചെയ്യാനായിട്ട് നോക്കണം. ശരിക്കും പറഞ്ഞാൽ മോണ്ടിസോറി ടീച്ചേഴ്സിനായിരിക്കും നല്ല രീതിയിൽ കുട്ടികളെ വളർത്തിയെടുക്കാനായിട്ട് പറ്റുകയെന്ന് തോന്നുന്നുണ്ട്. അപ്പോ നമ്മളത് അതേ രീതിയിൽ ഒന്ന് ട്രെയിൻ ചെയ്ത് വിട്ടാൽ മതി. എന്റെ മോനിപ്പോ ഇത് കേട്ട് പഠിക്കാനാണ് അവന് ഏറ്റവും ഇഷ്ടം. എന്ത് കാര്യം ഉണ്ടെങ്കിലും ചെയ്ത് പഠിക്കുന്നതിനേക്കഴിഞ്ഞും അവന് ഇഷ്ടം കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അവനത് എഴുതുന്നതിനെ കഴിഞ്ഞും എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഇച്ചിരി മടിയാണ്. പക്ഷെ അത് സംഭവം കേൾക്കാൻ പറഞ്ഞാൽ അവന് വലിയ ഇഷ്ടം. അപ്പൊ അത് നമ്മൾ പാടിക്കൊടുക്കുന്നതിലും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലും അവന് ഇഷ്ടം ഫോണ് കേൾക്കാന്, അങ്ങനെയൊക്കെയാണ്, ഈ ടി വിയിൽ കേൾക്കാൻ. അതപ്പോ അവനിൽ നെഗറ്റീവ് ഒരു അതല്ലേ ഉണ്ടാവുക. നമുക്കത് നമ്മൾ അപ്പൊ അവന് നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മളത് എന്നാ ഫോൺ ഓണാക്കി നമ്മൾ കൊടുക്കും. ഇപ്പൊ ആൽഫബറ്റ് അതൊക്കെ പഠിച്ചു. എന്നാലും ഇപ്പൊ ഈ മദ്രസയിലെ അക്ഷരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അവൻ ഇച്ചിരി പാടാ പഠിച്ചെടുക്കാൻ. അപ്പൊ അതൊക്കെയാണെങ്കിലും ഞാൻ ഈ ഫോണിൽ വെച്ചിട്ട് കേൾക്കാൻ കൊടുക്കുമ്പോൾ അത് ബാഡായിട്ടുള്ള കാര്യങ്ങളല്ലാവല്ലോ. അതായത് ഫോൺ അവന് സ്ക്രീനിൽ പ്രശ്നമുള്ളതാണ്. അപ്പൊ അത് അവനിലേക്ക് ബാഡായിട്ട് തന്നെയല്ലേ എത്തുക. അവന് കേട്ട് പഠിക്കുന്നതാണ് ഇഷ്ടം അല്ലേ പറഞ്ഞ? കേട്ട് പഠിക്കുന്ന, അവന് എഴുതി പഠിക്കുന്നതിനെ കഴിഞ്ഞും ഇഷ്ടം അവന് കേട്ട് പഠിക്കുന്നതാണ്. വേഗം കേട്ടാൽ 2-3 പ്രാവശ്യം കേട്ടാൽ അത് വേഗം പഠിച്ചെടുക്കും. അത് നമ്മൾ
രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്താൽ പോലെ. ഞാൻ പറയുന്നത് അവന് വേണ്ട, അവന് ഫോണിൽ നിന്ന് തന്നെ കേൾക്കണം. ഓക്കെ. മാം അതല്ല, വാക്ക് മെത്തേഡ്, അതായത് വിഷ്വൽ ആയിട്ടുള്ള കുട്ടികൾ, ഓഡിറ്ററി ആയിട്ടുള്ള കുട്ടികൾ, എസ്തറ്റിക് ആയിട്ടുള്ള കുട്ടികൾ, അങ്ങനെ പറയുന്നത് ടീച്ചേഴ്സ് എപ്പോഴും വാക്ക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ക്ലാസ് എടുക്കാവും. അതായത് വിഷ്വൽ ആയിട്ടുള്ള കുട്ടിക്ക് കാണാൻ വേണ്ടി ബോർഡിൽ എഴുതിയിട്ടും, ഓഡിറ്ററി ആയിട്ടുള്ളവർക്ക് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടും, കിനസ്തറ്റിക് ആയിട്ടുള്ള കുട്ടിക്ക് അത് ഫീൽ ചെയ്യേണ്ട അവർക്ക് മനസ്സിലാണെങ്കിൽ അവരാണ് ശരിക്കും ബാക്ക് ബെഞ്ചേഴ്സ് ആവുന്നത്, അങ്ങനെയൊക്കെ പറയാറില്ലേ മാം? ശരിയാടാ. പക്ഷേ ഇപ്പൊ നമ്മള് അവരെ ആ രീതിയിൽ തന്നെ വിട്ടാൽ മതി. ഇപ്പം ചിലപ്പോ ചില കുട്ടികൾക്ക് കുറെ നേരം എഴുതി പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളുണ്ടാവും. പക്ഷെ നമ്മളത് ട്രെയിൻ ചെയ്യിച്ചാൽ മതിയടാ, അത് എഴുതി തന്നെ. കാരണം ഈ എക്സാംസ് ഒക്കെ നടക്കുന്നത് എഴുതി തന്നെയാണ്. സോ ആദ്യം അവർ പറഞ്ഞു പഠിച്ചോട്ടെ, എന്നിട്ട് പിന്നെ നമ്മൾ അവരെ കൊണ്ട് എഴുതി ആ ഒരു പറഞ്ഞു പഠിച്ച് അവർ ക്ലിയർ ആയി വരുമ്പോ പിന്നെ നമ്മൾ അവരെ കൊണ്ട് എന്ത് ചെയ്യാം, എഴുതിപ്പിച്ച് നോക്കാം, എഴുതി പഠിപ്പിച്ച് നോക്കാം. എനിക്ക് കൂടുതൽ തോന്നുന്നത് പറഞ്ഞു പഠിക്കുന്നതിന് നല്ലത് എഴുതി പഠിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഐ, നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണിലത്, നമ്മുടെ ഐ എന്ന് പറയുന്ന സെൻസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അത് വായിക്കുകയാണ്, റീഡ് ചെയ്യുമ്പോൾ നമ്മളത് റീഡ് ചെയ്യുന്നുണ്ട്, അത് എഴുതുമ്പോൾ അത് എഴുതുന്നുണ്ട്. 3 ഇന്ദ്രിയങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാല്ലേ. അപ്പൊ അത് കൂടുതലായിട്ട് കുട്ടികളെ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കത് പ്രാക്ടിക്കലായിട്ട് എന്റെ ലൈഫിലും എനിക്ക് എഴുതി പഠിക്കാനാണ് ഇഷ്ടം. വായിച്ചു കഴിഞ്ഞാൽ അത്ര ഓർമ്മയിൽ നിർത്തില്ല. പക്ഷെ ഞാൻ എഴുതി കഴിഞ്ഞാൽ പ്രാവശ്യം മനസ്സിൽ എപ്പോഴും സ്റ്റോർ ചെയ്തത്. ഓക്കേടാ, നോക്കാട്ടാ. നമ്മളപ്പോ പറഞ്ഞത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ചിൽഡ്രൻസ് ആർ വെരി സെൻസിറ്റീവ്. നമുക്കറിയാം കുട്ടികൾ ഭയങ്കര സെൻസിറ്റീവ് ആണ്. ചെറിയൊരു കാര്യം പോലും അവരുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് അത് എന്ത് ചെയ്യാറുണ്ട്, ഹേർട്ട് ചെയ്യാറുണ്ട്. When the adult consider the child with the content, the child may feel like a failure. അവരത് വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ, മറ്റൊരാളായിട്ട് കമ്പയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൻ ഫീൽ ചെയ്യുന്ന, അവനെന്തോ ഫീൽ ആയി പോയി, അവൻ ഭയങ്കരമായിട്ട് ഫെയിലിയർ ആയിട്ട് അവിടെ ഫീൽ ചെയ്യുന്നത്. In the time children involve low self-esteem and poor self-confidence. ഇതേപോലെ തന്നെ പോവുകയാണെങ്കിൽ അവന് സെൽഫ് എക്സ്ട്രീം ഉണ്ടാവില്ല, അവനൊരു കാര്യം ലോ ആയിരിക്കും, അത് അച്ചീവ് ചെയ്യാനായിട്ട് അവന് പറ്റണമെന്നില്ല. പുവർ സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കും, ഒട്ടും അവന് കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്ത് അത് സക്സസ് ആവും എന്നുള്ളൊരു കോൺഫിഡൻസ് അവനുണ്ടാകുന്നില്ല. അത് തന്നെ ആയിരിക്കും മുതിർന്നു കഴിഞ്ഞാലും അവനൊരു ഫിയർ ഉണ്ടാവും, ഒരു കാര്യം ചെയ്താൽ സക്സസ് ആവും എന്നുള്ള പേടില്ല. The hurt by the way the adult treat them. ഇത് എങ്ങനെ ഹേർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെയാണ് മുതിർന്നത് ട്രീറ്റ് ചെയ്യുന്നത്, അതനുസരിച്ചായിരിക്കും അവനത് ഹേർട്ട് ചെയ്യുന്നത്. The teacher must plan for developmentary ആക്ടിവിറ്റീസ് ഫോർ ദ ചിൽഡ്രൻ. അപ്പൊ നമ്മൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡെവലപ്മെന്ററി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. The aim of each activity must be attainable. നമ്മൾ അവനെ ചെയ്ത് അത് അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നുള്ള ആക്ടിവിറ്റീസും മാത്രം അവരെ ചെയ്യാൻ പാടുള്ളൂ, ചെയ്യിപ്പിക്കാനായിട്ട് പാടുള്ളൂ. സ്റ്റാൻഡേർഡ് ഷുഡ് നോട്ട് ബി സെറ്റ് ടു ഹൈ. ഒത്തിരി ഹൈ സ്റ്റാൻഡേർഡ്സ് ഒന്നും ഫിക്സ് ചെയ്യരുത്. നമ്മളിപ്പോ ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഒരു കുട്ടി മാർക്ക് കുറവാണ്, അപ്പൊ അവന് ഫെയിൽ ആയി, ആ കുട്ടീനോട് നമ്മൾ പറയരുത് നീ അടുത്ത നെക്സ്റ്റ് എക്സാമിന് 50ല് 45 വാങ്ങിക്കണം എന്ന് പറയരുത്. ജസ്റ്റ് നീ ഒന്ന് പാസ്സായാൽ മതി, അടുത്ത പ്രാവശ്യം ഈ പ്രാവശ്യം ഫെയിൽ ആയി കുഴപ്പമില്ല, ഞാൻ വഴക്കൊന്നും പറയില്ല, നെക്സ്റ്റ് ടൈം നീ പാസ്സാകില്ലേ, ഒരു 80 വാങ്ങിക്കില്ലേ എന്ന് പറയണം. അപ്പൊ അവന് നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് അത് പഠിച്ച് 20 വാങ്ങിക്കാൻ നോക്കും. സ്റ്റാൻഡേർഡ് ഷുഡ് നോട്ട് ബി സെറ്റ് ടു ഹൈ. ഒത്തിരി അവനെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത സ്റ്റാൻഡേർഡ്സ് അവനെ ഫിക്സ് ചെയ്തിട്ട്. ടീച്ചേഴ്സ് ഷുഡ് റെസ്പെക്ട് ദ വർക്ക് ഓഫ് ദി ചിൽഡ്രൻ. ടീച്ചേഴ്സ് എല്ലാ കുട്ടികളുടെയും വർക്ക് എന്ത് ചെയ്യാം, റെസ്പെക്ട് ചെയ്യാം. അത് തെറ്റിപ്പോയില്ലെന്ന് പറഞ്ഞ് നമ്മൾ അവനെ വേദനിപ്പിക്കരുത്, നമ്മൾ അവനെ ഹെൽപ്പ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. ഇഫ് ദ ചൈൽഡ് ഗെറ്റ് ഇറ്റ് റോങ്, ഷോ ഹിം ഹൗ ഹി ക്യാൻ അക്കംപ്ലിഷ് ഇറ്റ്. ഇപ്പൊ അവൻ ചെയ്തു പോയ വർക്ക് അവൻ തെറ്റിപ്പോയെങ്കിൽ അവനോട് കാണിച്ചു കൊടുക്കുക, ഇത് ഇങ്ങനെയും വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഇത് ഇങ്ങനെയും എന്ത് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുമെന്ന് നമ്മൾ എന്ത് ചെയ്യാം, അവന് പറഞ്ഞു കൊടുക്കുക, കറക്റ്റ് ആയിട്ട് അവന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ചിൽഡ്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മുതിർന്നവർ അല്ലെങ്കിൽ പാരന്റ്സ് അവനെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫെയിലിയർ എന്നുള്ള ഫീലിംഗ് അവന്റെ മനസ്സിലേക്ക് വരുന്നത്. വേറെ ആരും അവനെ കുറ്റം പറഞ്ഞാലോ അല്ലെങ്കിൽ അവനെ കമ്പയർ ചെയ്താലോ അവന് അത്ര വിഷമാവില്ല, അല്ലെങ്കിൽ മാർക്ക് കുറവാന്ന് പറഞ്ഞാൽ എത്ര ചീത്ത പറഞ്ഞാലും വിഷമാവില്ല. പക്ഷെ അവന്റെ അമ്മയും അച്ഛനോ അവൻ പറയാണ് നിനക്കൊന്നും ഒന്നിനും കൊള്ളില്ലാടാ,
നീ എന്തിനാ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരെ ഭയങ്കരമായിട്ട് ഹേർട്ടാവും. അങ്ങനെ വേർഡ് കേട്ടാൽ പിന്നെ അവർ ഫെയിലായി. അവരുടെ ജീവിതത്തിൽ പിന്നെ അവരൊന്നും നേടിയെടുക്കണം എന്ന് അവർ തോന്നുന്നു. അത്രയും ഇഷ്ടമാണ് നമ്മൾ അവരെ. കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ സ്നേഹം നമ്മൾക്ക് കളങ്കില്ലാത്ത സ്നേഹമാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും അവരെ എന്ത് ചെയ്ത് ഹേർട്ട് ചെയ്യാതിരിക്കാൻ നോക്കാം. അങ്ങനെ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും, സെൽഫ് എക്സ്റ്റീമും അതേപോലെ സെൽഫ് കോൺഫിഡൻസും നഷ്ടപ്പെട്ടു. ഇങ്ങനെ വിടുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു സ്റ്റേജിലൂടെ അവർ കുറെ നാൾ കൂടി പോവാണെങ്കിൽ അവരെന്താവും, ഡീവിയേറ്റഡ് ചൈൽഡ് ആയിട്ട് മാറും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ടൈംലി ഇന്റർവെൻഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഇടപെടുകയാണ് വേണ്ടത്. അപ്പൊ ടീച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ടീച്ചേഴ്സിന്റെ പ്ലാൻ എങ്ങനെയാണ്, കുറച്ചുകൂടി ഡെവലപ്മെന്ററി ആക്ടിവിറ്റീസ് കുട്ടികളിൽ ചെയ്യിപ്പിക്കുക. അതേപോലെ തന്നെ കുറച്ചും കൂടി എന്താണ് അറ്റൈനബിൾ ആയിട്ടുള്ള എയിമുകൾ കൊടുക്കുക. ഒത്തിരി ഹൈ സ്റ്റാൻഡേർഡ്സ് ഒന്നും ഫിക്സ് ചെയ്തിട്ട് കുട്ടികളെ കൊണ്ട് അവർ ഓരോ വർക്ക് ചെയ്യുമ്പോൾ നമ്മളത് റെസ്പെക്ട് ചെയ്യുക, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ അവർ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അതൊന്ന് എങ്ങനെയാണ് ശരിയാ കറക്റ്റ് ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞു കൊടുക്കുക. എടാ അങ്ങനത്തെ കുട്ടികൾ മിക്കവാറും ഞാൻ പറഞ്ഞ പോലെ ബ്രൈറ്റ് ചിൽഡ്രൻ ആയിരിക്കുള്ളൂ. ഡീവിയേഷൻ ഉണ്ടാവും, ബ്രൈറ്റ് ചിൽഡ്രൻ ഒരു കാറ്റഗറി ഓഫ് ചൈൽഡിനെ നമ്മൾ പറഞ്ഞില്ലേ. അവർ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യും, പക്ഷെ ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടാവും. പെട്ടെന്ന് നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പിങ്ക് ടവറും ഫ്രെയിമും കാണിക്കാന്ന് 2 പേര് പറഞ്ഞിട്ടുണ്ട്. പ്രസന്റ് ചെയ്തോട്ടാ. അനുശ്രീയാണ് ഫ്രെയിമിങ് കാണിക്കാന്ന് പറഞ്ഞത്. കാണാമോ? കാണാടാ. ഗുഡാണ് അത്. ഇത് പ്രസ് ബട്ടൺ. ഒരു ബട്ടൺ ഫ്രെയിം. ഓക്കെ, കുഴപ്പമില്ലടാ. ഓപ്പൺ ചെയ്യണ്ട, കാരണം കയ്യില് ഫോണും വെച്ച് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. ചെയ്തവരും ചെറുതായിട്ടും ചെയ്തില്ല. അങ്ങനെ ചെയ്യണം. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. എനിക്ക് അധികം അറിയില്ല, പിന്നെ എന്റെ നാട്ടിന്റെ കാര്യം കൂടെ വേണ്ടി വന്നു ചെയ്യാന്. സ്റ്റിച്ചിങ് ഒക്കെ അധികം അറിഞ്ഞൂടാ കേട്ടോ. അത് രണ്ടും ഒരുമിച്ച് ഞാൻ ചെയ്യാറുണ്ട്. അനുശ്രീ, എനിക്ക് ക്ലിയർ ആവണില്ലാടാ പറയണത്. ഞാൻ ഒറ്റയ്ക്കല്ല ഞാൻ ചെയ്ത സ്റ്റിച്ചിങ് ഒക്കെ എനിക്ക് ഇച്ചിരി വശമില്ല. അപ്പം എന്റെ ഹസ്ബൻഡിന്റെ പെങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് ചെയ്തതാ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, പിങ്ക് ടവർ ആരാ പ്രസന്റ് ചെയ്യുന്നേ? റസ്ന. ക്യാമറ ഓൺ. ഒരു മിനിറ്റ്. കാണാം. വുഡാണോ ഇതാണോ? ചാപ്പ കിട്ടിയുള്ളൂ, ചാപ്പ വെച്ചിട്ട് ചെയ്തത്. ഓക്കെ, നന്നായിട്ടുണ്ട്. ചാപ്പ വെച്ച് ഇവിടെ ഫോട്ടോ അവൈലബിൾ അല്ല, അപ്പൊ ചാപ്പ വെച്ചിട്ട് ചെയ്തു. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കണം കേട്ടോ. ഓക്കെ, ചെയ്യിപ്പിച്ചു. ഓക്കെ മാം, ഈ പിങ്ക് ടവർ ഫുഡിൽ തന്നെ ചെയ്യണം എന്നാണോ പറഞ്ഞിട്ടുണ്ട്? ഇല്ലില്ല, ചാറ്റിലായാലും മതി. ഞാൻ പക്ഷെ കണ്ടപ്പോ ഫുഡാണെന്ന് തോന്നി. ഓക്കെ, ഞാൻ കാണിക്കട്ടെ. അതന്നെ ഞാൻ പിൻ ചെയ്യാടാ. പ്രസന്റ് ചെയ്തോടാ.
ഇത് മാം ബട്ടൺ ഫ്രെയിം ആണ്. ബട്ടൺ കാണില്ല. ക്യാമറ ഓണല്ല. ഓണാ മാം? അല്ലടാ. അയ്യോ, കഴിഞ്ഞ പ്രാവശ്യം ഇതേ തന്നെയായിരുന്നു. എൻ്റെ ഓണാ മാം? ഒരു മിനിറ്റ് തന്നെയാ. വീഡിയോ ഓണാണ്. ഓക്കെ ഓക്കെ അല്ലേ മാം? അല്ലടാ, കാണാൻ ഞാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെയായിരുന്നു. അയ്യോ. ഓക്കെ മാം, ഞാൻ നോക്കാം. വേറെ ആരെങ്കിലും വിളിച്ചോളൂ. ആരതി? ഓക്കേടാ. പിങ്ക് ടവർ ആണ്. ഓക്കെ, കാണാം കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ. രേഷ്മ കാണുന്നുണ്ടോ മാം? ഇത് ഒന്നില് ഓണാണോ? കാണുന്നുണ്ടോ? ഇല്ലടാ. ഇവിടെ കാണുന്നുണ്ടേ. കാണുന്നുണ്ടോ? സോറിയടാ, കാണാൻ പറ്റില്ലടാ. ആണോ? പക്ഷെ ഇവിടെ ക്യാമറ കാണുന്നുണ്ട്. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് തോന്നുന്നുണ്ടാ. ആ. വേറെ ആരെങ്കിലും പ്രസന്റ് ചെയ്യാനുണ്ടോ? ഞാൻ ചെയ്യാം മാം. ഓക്കെ, ഒന്ന് ക്യാമറ ഓൺ ചെയ്തേ. രമ്യ, മനോജ് കാണാൻ പറ്റുമോ നോക്കാൻ വേണ്ടിട്ടാ. എന്നെ കാണുന്നുണ്ടോ മാം? ധന്യ കാണില്ലടാ. എന്തോ പ്രശ്നം. രേഷ്മനെ കാണില്ല. രമ്യ ഓൺ ചെയ്തേടാ. കാണുന്നുണ്ടോ മാം? രമ്യനെയും കാണില്ല. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അല്ല, പിങ്ക് ടവർ കാണുന്നുണ്ടോ മാമിനെ? ഇല്ലാടാ. ഇല്ല, കാണുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇവിടുത്തെ ക്യാമറ കാണുന്നുണ്ട്. അതെ. അതിപ്പോ കുറച്ചായിട്ട് കുറെ ആൾക്കാർക്ക് ഉണ്ട് മാം. ആ പ്രോഗ്രാമിന് ശേഷം ഞങ്ങൾക്ക് കുറെ ആൾക്കാരുടെ ക്യാമറ ഇങ്ങനെ പ്രശ്നമുണ്ട്. ഞങ്ങൾ അന്ന് കുറെ കഷ്ടപ്പെട്ടു. മാം ഞാൻ പറയട്ടെ? ഓക്കെ. ആ, കാണാം. ഞാൻ പ്രസന്റ് ചെയ്തോട്ടെ? രേഷ്മ പ്രസന്റ് ചെയ്തോ? ഒട്ടാണോ ഇത്? കാണുന്നുണ്ടോ പക്ഷേ? രേഷ്മ കാണുന്നില്ലാടാ. കാർഡ്ബോർഡ് കൊണ്ട് ചെയ്തതാണോ? കാർഡ്ബോർഡ് കൊണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. താങ്ക് യു മാം. ഞാൻ പ്രസന്റ് ചെയ്തോ? ഷമീമ ക്യാമറ ഓൺ ചെയ്ത്. രമ്യ, മനോജ് കാണാടാ. ഓക്കെ, പിങ്ക് ടവർ വന്നിട്ട് കാണാൻ. രമ്യയുടെ കാണാം. ഷമീമ രണ്ടുപേരെയും കാണാം കേട്ടോ. എന്റെ കണ്ടോ മാം? ധന്യ രമ്യയുടെ കാണില്ലടാ. ഷമീന രണ്ടുപേരും. പിന്നെ മാം എന്റെ ഫ്രെയിം ഉണ്ട്. ഇത് ഹുക്ക് ഫ്രെയിം ആണ്. പിന്നെ ലേസ് ഫ്രെയിം, പ്രസ് ബട്ടൺ, പിന്നെ ബട്ടൺ ഫ്രെയിം. 2 പെൻഡിങ് ഉണ്ട് മാം. നെക്സ്റ്റ് വീക്കിൽ കാണിച്ചു തരാം. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. തന്നെയും ഒന്ന് കാണിക്കാൻ നോക്കട്ടെ. ക്യാമറ ഓൺ ആവണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. മാം കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചപ്പോൾ ആയില്ല. നോക്കാം മാം, അടുത്ത ക്ലാസ്സിലൊന്ന് ഓൺ ചെയ്ത് നോക്കാം. തമ്മന ചെയ്ത പോലെ നോക്കാം. ഓക്കെ മാം, താങ്ക് യു. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാണ് മാം. പറഞ്ഞോടാ. Good afternoon, ma'am. Good afternoon, my dear friends. Today I am going to tell a quote by Bill Gates. I met money one day. I said, you are just a piece of paper. Money smiled and said, of course, I am a piece of paper, but I haven't seen a dustbin yet in my life. Thank you, ma'am, for your wonderful class. Thank you, my dear friends. Sign out by Guido from Trivandrum. Thank you, Guido, and thank you all. Thank you, ma'am. Thank you all. Bye.